ഒരുപാട് പ്രതീക്ഷയോടെ ഈ വർഷം വരുന്ന സൂര്യയുടെ ഏറ്റവും പുതിയ മൂവിയാണ് കങ്കുവ. ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ശിവയാണ്. ഇത്രയും വലിയ പ്രതീക്ഷ എന്താണ് ഈ ഒരു മൂവിക്കും ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ റീസെന്റ് സൂര്യയുടെ ഏറ്റവും വലിയ ഹിറ്റ് ആയിട്ടുള്ള 2 മൂവീസ് സൂര്യറായ്പൊട്ടും JBയും എല്ലാം OTT റിലീസായിരുന്നു. അതിനു മുമ്പ് ഒരുപാട് കാലമായി ഞാൻ തിയേറ്ററിൽ പോയി സൂര്യയുടെ ഒരു മൂവി കണ്ട എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ അല്ലെങ്കിൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിട്ട് പുറത്തു വന്ന മൂവി എന്ന് പറയുന്നത് 24 ആണ്. 24ന് ശേഷം ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ താനാസ എന്ന കൂട്ടം, NGK, കാപ്പാൻ, അങ്ങനെ ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു സൂര്യ മൂവി അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ഫീലും തന്നെ ഒരു സിനിമയ്ക്ക് തരാൻ സാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സൂര്യറായ്പൊട്ടും JBയും എനിക്ക് തിയേറ്ററിൽ കാണുന്നതായിരുന്നു. അത്ര കിടിലൻ മൂവീസാണ്. അതിനെ കൊണ്ട് OTT റിലീസ് ചെയ്തു. അന്നത്തെ ടൈം അങ്ങനെയാണ്. പക്ഷെ അത് റിലീസ് ചെയ്യായിരുന്നു, പക്ഷെ ചെയ്തിട്ടില്ല. അതിനുശേഷം വേറൊരു മൂവി വന്നു, അതും വലിയ രീതിയിൽ സക്സസ് ആയില്ല. ഇങ്ങനത്തെ ഒരു ടൈം ലൈൻ ആണെങ്കിൽ പോലും അതേ ടൈം ലൈനിൽ ഒരു സിനിമയിൽ ഒരു ക്യാമിയോ റോളായിട്ട് വന്ന് വെറും 5 മിനിറ്റ് കൊണ്ട് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ചെയ്ത ഒരു ക്യാരക്ടർ ആയിരുന്നു റോളക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ ഒരു ആക്ടറാണ് സൂര്യ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു സൂര്യ മൂവിക്കുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ മിസ് ചെയ്തിട്ട് ഒരുപാട് കാലമായി. അതിന്റെ ഒരു കംബാക്കും അല്ലെങ്കിൽ സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദ കിഡിലെ മൂവി ആയിട്ട് വരാൻ പോകുന്ന സിനിമയും കൂടിയാണ്. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ വലിയ ഹൈപ്പായിട്ട് വരുന്ന മൂവി ആണെങ്കിൽ പോലും ഇതിനും കുറച്ച് ഡ്രോബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ശിവ തന്നെയാണ്. കാരണം ശിവയുടെ ഇതിനുമുള്ള ഫിലിമോഗ്രാഫി എടുത്ത് നോക്കി അറിയാം, റീസെന്റ് ഇറങ്ങിയ എല്ലാ മൂവീസും അത്ര വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അത്ര വലിയ സക്സസ് ഒന്നുമില്ല. സോ അങ്ങനത്തെ ഒരു ഡയറക്ടറാണ് സൂര്യ വെച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതും അതിന് ഇത്ര വലിയ എക്സ്പെക്ടേഷൻസും അതും സൂര്യയുടെ കരിയറിൽ തന്നെ ഒരു വലിയ ബിഗ് ബഡ്ജറ്റുമാണ് ഈ ഒരു മൂവി റിലീസാവുന്ന. അങ്ങനെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള KGF 2നും RRനും ബാഹുബലിക്ക് കിട്ടിയതുപോലത്തെ ഒരു വൈഡ് റിലീസും അത്ര ലാംഗ്വേജിലൊക്കെ റിലീസാണ് ഒരു മൂവി. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ പോലും ഈ ഒരു ഡയറക്ടറിന്റെ പേരിൽ ഈ ഒരു സിനിമയ്ക്ക് ചെറിയ ഡ്രോബാക്ക് ഉണ്ട്. ആൻഡ് ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. ഇപ്പം 7ാം മറവ് എന്ന മൂവി നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സമയത്ത് 7ാം മറവും വേലായുധം റാവൻ. സോ അന്നത്തെ ഒരു ക്ലാഷ് റിലീസിന് ശേഷം അതുപോലത്തെ ഒരു ക്ലാഷ് റിലീസ് പിന്നീട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം ഹൈപ്പേർഡായിരുന്നു എല്ലാ മൂവീസും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് റിലീസായ 3 മൂവീസും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. വേലായുധമായാലും 7ാം മറവ് ആയാലും ശരി, റാവണായാലും എല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് 7ാം മറവ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയും കൂടിയാണ്. കാരണം 2 സ്റ്റോറി, ഒരു പാസ്റ്റും ഒരു പ്രസന്റും അതിനെ രണ്ടും ജോയിൻ ചെയ്ത് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറും അതിന്റെ ഒരു സ്റ്റോറി ലൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ ആ ഒരു മൂവി ആ ഒരു ടൈമിൽ ഒരുപാട് പേർക്ക് വർക്കായില്ല. ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അതേ ഒരു സ്റ്റോറി ടെംപ്ലേറ്റിലാണ് ഈ ഒരു മൂവിയും വരുന്നത്. ഇപ്പം 7ാം മറവ് നോക്കുവാണെങ്കിൽ നമ്മൾ ആ 7ാം മറവിൽ പ്രസന്റിൽ കണ്ടൊക്കെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആയിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കിടിലം എക്സ്പീരിയൻസ് എന്ന ആ ബോധിധർമ്മന്റെ ആദ്യത്തെ ഒരു 20 മിനിറ്റ് സീക്വൻസ് ആണ്. കാരണം അതിനെ വെച്ചിട്ട് സ്റ്റാൻഡ് അലോൺ മൂവി ചെയ്താൽ പോലും വേറെ ലെവലായിരിക്കും. അമ്മാതിരി ലെവലായിരുന്നു അതിന്റെ ഒരു ആദ്യത്തെ 20 മിനിറ്റ് എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോഴും ഈ കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു പാസ്റ്റിലുള്ള ക്യാരക്ടറും ആൻഡ് പ്രസന്റിലുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള ലിങ്കിലാണ് ഈ ഒരു സിനിമ സംസാരിച്ച് പോകുന്നത്. സോ അതേ പാറ്റേണിലുള്ള ഒരു മൂവിയും കൂടിയാണ്. ആൻഡ് അതിലെന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ആ ഒരു ഫസ്റ്റ് റിലീസ് ആയ ട്രെയിലറിലായാലും പോസ്റ്റേഴ്സിലായാലും എല്ലാം കങ്കുവ എന്നുള്ള ആ ഒരു പാസ്റ്റിലുള്ള ക്യാരക്ടർ മാത്രം കാണിച്ചിട്ടാണ് ആ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റീസെന്റ് റിലീസായ ട്രെയിലറിലാണ് ആ ഒരു പ്രസന്റിലുള്ള ക്യാരക്ടറും ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അവർ കാണിച്ചിരിക്കുന്നത്. സോ അവർ മാർക്കറ്റ് ചെയ്തത് അല്ലെങ്കിൽ അവർ ആ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്തൊക്കെ ആ ഒരു കങ്കുവ എന്ന ക്യാരക്ടർ വെച്ചിട്ടാണ്. ശരിക്കും മൂവിയിലോട്ട് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു 90% പ്രസന്റുള്ള ക്യാരക്ടറും 10% പാസ്റ്റിലുള്ള ആ ഒരു കങ്കുവ എന്ന ക്യാരക്ടർ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കത്തില്ല മൂവി. ടോട്ടലി മാറാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാതിരിക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതിന്റെ ഇപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ 2 സ്റ്റോറീസും ബാലൻസ്ഡ് ആയിട്ട് 50-50 ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹൈപ്പിനനുസരിച്ചുള്ള ഔട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു 7ാം മറവ് പോലെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ഔട്ട് എങ്ങനെയായിരിക്കും നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു സിനിമ ഇത്രയും വലിയ ഹൈപ്പിൽ നിൽക്കുന്നെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ ഓൾറെഡി ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവിയുടെ ട്രെയിലർ എനിക്ക് അത്രയ്ക്ക് വർക്കായില്ല. കാരണം ഒരുപാട് പോർഷൻസിൽ ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു. അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സും ആ പ്രസന്റേഷനൊക്കെ കൊള്ളാം, ഡയലോഗ് ഡെലിവറി ഒക്കെ കൊള്ളാമെങ്കിലും പക്ഷെ ആ ഒരു എൻ്റെ എൻവയോൺമെന്റ് പക്ഷേ എനിക്ക് അത്രയ്ക്ക് വർക്കായില്ല. പല ഏരിയാസിലും പക്കായിട്ട് നമുക്ക് മനസ്സിലാവും സെറ്റ് ഇട്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ക്രൗഡായിട്ട് നിൽക്കുന്ന ഒരുപാട് ആ ഒരു ഫസ്റ്റ് ട്രെയിലറുള്ള സീക്വൻസ് എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും ഭയങ്കര രീതിയിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് VFX പോർഷൻസ് ആയാൽ പോലും ഒരുപാട് ഏരിയാസിലൊന്നും അത്രയ്ക്ക് പ്രോപ്പറായിട്ട് വർക്കായില്ല. ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഹൈപ്പിൽ വരുന്ന ഒരു മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ആൻഡ് VFXന്റെ കാര്യം തന്നെ ഒരുപാട് പോർഷൻസ് എനിക്ക് വർക്കായില്ല. ആൻഡ് സെക്കൻഡ് ട്രെയിലറിലും സെയിം ആണ്. ആൻഡ് സെക്കൻഡ് ട്രെയിലർ ആയാൽ പോലും എനിക്ക് കുഴപ്പമില്ല, ഓക്കെ, നൈസാണ്. പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാനൊരു പോയിന്റ് വെച്ചിട്ടുണ്ട്, ആ ഒരു ലെവലുണ്ട് ആ ഒരു സിനിമയുടെ ഹൈപ്പിനൊക്കെ വെച്ചിട്ടുള്ള. പക്ഷേ ഈ 2 ട്രെയിലറും അതിന്റെ ഒരു ഹൈപ്പോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രതീക്ഷയോടെ ഇരിക്കുന്നതിന് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് 2 ട്രെയിലറും ഒരു ഓക്കെ എന്നൊരു ഫീലാണ്. അല്ലെങ്കിൽ വർക്കായെന്ന് ചോദിച്ചാൽ വർക്കായെന്ന് പറയാം, പക്ഷെ അത്രയ്ക്കൊരു ഫീലോ അല്ലെങ്കിൽ ഒരു കിടിലമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല 2 ട്രെയിലറും. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഹൈപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ പേടിയാണ്. ഇപ്പോൾ റീസെന്റ് ഒരുപാട് മൂവീസിന് സെയിം പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ഒരു ഇതുണ്ടോ, ഓക്കെ ഇത് പൊളിക്കും എന്നുള്ളൊരു അടിപൊളിയാവും ആ ഒരു ലെവൽ കിട്ടുമെന്നൊക്കെ
കാണിക്കും. പക്ഷേ ഈ ഒരു പ്രൊമോഷൻസിലൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് വരുമ്പോൾ ആ ഒരു പോയിന്റും കഴിഞ്ഞ് നമ്മുടെ പ്രതീക്ഷയൊക്കെ മറ്റേ വേറെ ലെവലൊക്കെ കൂടെ എത്തിക്കുന്നുണ്ട്. ആൻഡ് സിനിമ കാണുമ്പോൾ ആ ഒരു ഔട്ട് ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് കയ്യിൽ പോകും. നമ്മൾ ഒരു ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോയി കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷനേക്കാളും വേറെ ലെവലായിട്ട് വന്ന ആ ഒരു സിനിമയും ഈ സിനിമയുടെ കളക്ഷനും അല്ലെങ്കിൽ സിനിമയുടെ എക്സ്പീരിയൻസും വേറെ ലെവലായിരിക്കും. രണ്ട് കാര്യങ്ങൾ നടക്കാം. സോ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ എന്തായാലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടൻ കൂടിയാണ് സൂര്യ. ഓഫ് കോഴ്സ്, കാരണം ആ ഒരു സൂര്യ റിപ്പോർട്ടും JBയും തിയേറ്ററിൽ പോയി കാണുന്നത് ഇപ്പോഴും ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു റിലീസ് വന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ റീസെൻ്റ്ലി എനിക്ക് എന്തെന്ന് അറിയത്തില്ല, ഞാൻ സത്യം പറഞ്ഞാൽ സൂര്യയുടെ മൂവി ആ ഒരു തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും സിനിമ കണ്ട് പുറത്തു വന്നപ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ്സും എല്ലാം കിട്ടിയത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിക്രമത്തിൽ 5 മിനിറ്റ് ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഒരു എൻ്റയർ മൂവി സൂര്യ മറ്റേ പൊളിയായിട്ട് അടിച്ച് പൊളിച്ചെന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു മൂവി എനിക്ക് എന്നും എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ ഓൾ ടൈം സൂര്യ ഫേവറേറ്റ് എന്ന് പറയുന്നത് വാരണമായിരും, സില്ലുന്നൂർ കാതൽ, 24, അയൻ, അങ്ങനത്തെ ഒരുപാട് മൂവീസാണ്. സോ ആ ഒരു ടൈം ലൈനാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ളത്. സോ എന്തായാലും അങ്ങനത്തെ ഒരു ടൈം ലൈനുള്ള ഒരു സൂര്യ, അല്ലെങ്കിൽ ആ ഒരു പ്രൈം സൂര്യ, ആ ഒരു സൂര്യ നമുക്ക് എന്തായാലും ഇതിൽ കങ്കുവിലൂടെ കാണാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മൂവിയും കൂടിയാണ്. സോ എന്തായാലും കാത്തിരുന്ന് കാണാം. 2 ദിവസത്തിൽ മൂവി റിലീസ് ആകുന്നുണ്ട്. സോ എന്തായാലും സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.